നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം വലിയ പാരിസ്ഥിതിക പ്രശ്നം നേരിടാൻ പോകുകയാണ്. സംസ്ഥാനത്തെ 13% പ്രദേശങ്ങൾ വലിയ ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇതിൽ ഭൂരിഭാഗവും. കനത്ത മഴ, അശാസ്ത്രീയമായ ഭൂവിനിയോഗം, റോഡ് നിർമ്മാണത്തിനായി മലയിടിക്കുന്നത്, വൻതോതിലുള്ള മണ്ണെടുപ്പ്, നദികളുടെ ഒഴുക്കിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്നിവയാണ് ഈ ജില്ലകളിൽ അടിക്കടി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിന് കാരണം. 2018 പ്രളയത്തിനിടയാക്കിയ മഴ ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത 3.46% കൂടി. കേരള ഫിഷറീസ് സമുദ്രപഠന സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളുടെ ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നത്. ഹൈറേഞ്ചിൽ 600 മീറ്ററിന് മുകളിൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ 31% ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. ഇതിൽ തന്നെ 10 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചരിവുള്ള പ്രദേശങ്ങളിൽ ഭീഷണിയുടെ തോത് കൂടുതലാണ്. അശാസ്ത്രീയമായ ഭൂവിനിയോഗവും മണ്ണെടുപ്പും തടയുക മാത്രമാണ് ഉരുൾപൊട്ടൽ ഒഴിവാക്കാനുള്ള പോംവഴിയെന്ന് കുഫോസ് വൈസ് ചാൻസലർ പറയുന്നു. 2017 മുതൽ 2020 വരെ കാലയളവിൽ നടത്തിയ ബഹിരാകാശ നിരീക്ഷണ ഫലങ്ങളിൽ നിർമ്മിതി ബുദ്ധി അടിസ്ഥാനമാക്കിയ ഡീപ്പ് ലേണിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നടത്തിയ അപഗ്രഥനത്തിനൊടുവിലാണ് കേരളത്തിൻ്റെ ഉരുൾപൊട്ടൽ സാധ്യതാ മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്.